ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണ്. ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഞാൻ അപ്സ്റ്റേഴ്സിലാണ്. ഈ മുറി നിങ്ങൾക്ക് എത്ര ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. നമുക്കൊരു അതായത് താഴേന്ന് മേളിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അതൊരു ഓപ്പൺ, ഇതൊരു ഡബിൾ ഹൈറ്റിലാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. താഴെ നോക്കിയാൽ ഇതൊരു ഓപ്പൺ ബാൽക്കണി പോലെയാണ്. ഓക്കെ, ഇവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. പണ്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരു കട്ടിൽ പോലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മടക്ക് കെട്ടിലൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തൊരു ഏരിയയാണ്. ദാറ്റ് ഈസ് എൻ്റെ വാർഡ്രോബ് എന്ന് പറയാം വേണമെങ്കിൽ. സാരി കളക്ഷൻ അലമാരയിലായിരുന്നല്ലോ, ഇരുമ്പിൻ്റെ ഗോദ്രേജ് ടൈപ്പ് അലമാരയിലായിരുന്നു എല്ലാം. ഇപ്പോൾ അതിലൊന്നും നിൽക്കത്തില്ല. ഇപ്പോൾ 1 2 3 4 5 6 ഒരു 6-7 അലമാരയായി ഇത് ഈ സൈസിലെ. അപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ച് സംഭവമാണ്. അപ്പോൾ അതിനൊരു സ്പേസ് കണ്ടുപിടിക്കണം, ഇതൊക്കെ മാറ്റണം. ഇത് ഭയങ്കര സ്പേസ് കൺസ്യൂമിങ് ആയിരുന്നു. ഇതുപോലത്തെ അലമാര 1, അവിടെ ഒരു 2-3 എണ്ണം, ഇവിടെ തന്നെ 2 എണ്ണം. പിന്നെ നമ്മുടെ മേളിലത്തെ ടെറസ് കിച്ചണിലൊരു 3 അലമാര കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്, അതിനകത്തൊരു 3 അലമാരയുണ്ട്. അപ്പോൾ ഈ സാരീസ് ഇത്രയും എന്ന് പറയുമ്പോൾ, സാരീസ് ഞാൻ വർഷങ്ങളായിട്ട്, ഒരു 10-27 വർഷമായിട്ട് മാജിക് ഓൺ ചെയ്യുന്നു. ആ സമയത്തുള്ള സാരീസെല്ലാം ഞാൻ പിന്നെ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത്, അന്നും പ്രിൻസിപ്പളായിരിക്കുമ്പോഴൊക്കെ ഞാൻ ഡെയിലി വെയർ ചെയ്യുന്ന കോട്ടൺ സാരീസായിരുന്നു. അപ്പോൾ അങ്ങനെയും ഉപയോഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾ കുറവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഗെയിൻ ട്രാവൽ വ്ളോഗ്സിന് വേണ്ടി പുതിയ സാരീസ് വാങ്ങണം. ഈ മാജിക് ഓവൻ സ്റ്റിൽ കണ്ടിന്യൂയിങ്. അപ്പോൾ അതിന് വീണ്ടും സാരി വാങ്ങിക്കുന്നു. അപ്പോൾ അങ്ങനെ സാരി കളക്ഷൻസ് കൂടി വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സ്പേസ് ഒന്ന് മാറ്റി കുറച്ചുകൂടെ ഒന്ന് കോമ്പാക്റ്റ് ആക്കാനായിട്ട് ബോയിച്ചേട്ടനും ഞാനും കൂടെ എടുത്ത തീരുമാനമാണ് ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വാർഡ്രോബ് ചെയ്തു തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ലക്ഷ്മി, ഞാൻ ഉണ്ടാക്കി തരാം, ലക്ഷ്മി വേണ്ടി അറേഞ്ച് ചെയ്യാം, ഈ സാരീസൊക്കെ ഒന്ന് ഒതുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു, അതായത് ഈ ഹൈറ്റാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ലാഡറും കൂടി ഉണ്ട് കേട്ടോ. ലാഡർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇവിടെ കയറി. ഇവിടെ എല്ലാം പെട്ടിയൊക്കെ അടുക്കി വെച്ചിരിക്കണം. കുറച്ച് വലിയ ബാഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. പിന്നെ ഇനി ഇവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള സാരീസാണ് മോസ്റ്റ് ഓഫ് ഇറ്റ്. പഴയ കാലം തൊട്ടുള്ള കുറേ സാരീസുണ്ട്. പിന്നെ ഇപ്പോൾ ഉടുക്കാത്ത കുറച്ച് സാരീസ് ഉണ്ട്, എല്ലാം ഇതിനകത്താണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തരംതിരിച്ചിട്ടൊന്നുമില്ല കാര്യമായിട്ട്. ഇപ്പോൾ പട്ടുസാരി, കോട്ടൺ, ലിനൻ, ഷിഫോൺ, അങ്ങനെ ഭയങ്കരമായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉടുത്ത സാരീസ് നമ്മൾ ഓൾറെഡി ട്രാവൽ വ്ളോഗിലും പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോസ് വന്ന സാരീസൊക്കെ ഞാൻ ഒരുവിധം മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു സ്ഥലത്ത്. അതിനി അടുത്ത കാലത്തൊന്നും ഉടുക്കാൻ പറ്റില്ല, പുതിയ സാരീസല്ലേ നിങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എനിവേ, നമുക്ക് കണ്ടു തുടങ്ങാം ഇവിടെ എങ്ങനെയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്ലൈഡിങ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സൈഡാണ്. അപ്പോൾ ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ വളരെ എളുപ്പമായില്ലേ കാര്യങ്ങൾ. തട്ടായിട്ട്. ആൻഡ് ദിസ് ഇസ് വൺ ഏരിയ. ഇതെൻ്റെ കംപ്ലീറ്റ് നമ്മുടെ സെറ്റും മുണ്ടും കളക്ഷൻ്റെ ഭൂരിഭാഗം ഇവിടെ ഉണ്ട്. നമ്മുടെ ബാലരാമപുരം കേത്രയിൽ ഇതിൽ തന്നെ കുറേ സാരീസ് ഞാൻ സെറ്റും മുണ്ട് ഉടുക്കാത്തതുണ്ട്. ഒരുപാട് കളക്ഷൻ ഉണ്ട്, ഉടുത്തതും ഉണ്ട് ഉടുക്കാത്തതും ഉണ്ട്. ഇതിൽ കുറേ കോട്ടൺ കളക്ഷൻസ് ഉണ്ട്. ഇതിലോട്ട് താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, പട്ട് പോലത്തതും കുറച്ച് സിൽക്കി ടൈപ്പ് സാരീസാണ്. കുറച്ചുകൂടെ എക്സ്പെൻസീവ് സാരീസ് താഴെ. ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് കുറവാണ് ഞാൻ വാങ്ങിക്കുന്നത്, എങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരീസും ഉണ്ട്. ഇതിലും കുറച്ച് കോട്ടൺ ആണ്. ഇവിടെ കുറച്ച് മിക്സ്ഡ് ടൈപ്പ് ഓഫ് സാരീസ്, ലിനൻ അങ്ങനത്തെ, പിന്നെ കുറച്ച് ഷിഫോൺ മാതൃകയിലുള്ളതൊക്കെ ഏറ്റവും താഴെ. അതൊക്കെ മടക്കാൻ തന്നെ പാടാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനും കൂടി ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, കുറച്ച് സാരീസൊക്കെ ഇപ്പോഴും ബോക്സിൽ തന്നെ ഇരിക്കുകയാണ്, അതിന് ബ്ലൗസൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ സെറ്റും കൊണ്ട് അവിടെ സ്പേസ് അതിൽ പോരാത്തോട്ട് കുറച്ച് ഇങ്ങോട്ടും ചാടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ആണ് ഒരു അലമാരയുടെ വിശേഷം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ സാരീസൊക്കെ ഈ അടുത്ത കാലത്ത് നമ്മൾ പാർത്താസിൽ നിന്ന് വാങ്ങിച്ചാണ്. അത് ഞാൻ ഉടുത്തിട്ടില്ല, ഇതിനൊന്നും ബ്ലൗസ് ആയിട്ടില്ല, അത് കാരണം ഉടുത്തിട്ടില്ല. അതിൻ്റെ ടാഗ് പോലും മാറ്റിയിട്ടില്ല. ഇതൊക്കെ എനിക്ക് ഉടുക്കാൻ പറ്റിയ, ഇനി ഫ്യൂച്ചർ ഉടുക്കാൻ പറ്റുന്ന സാരീസാണ്. പല വ്ളോഗ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രാവൽ വ്ളോഗിൽ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി വരാൻ സാധ്യത. ഇത് ഞാൻ ഉടുത്തിട്ടില്ല, ഇതൊക്കെ ന്യൂസ് കളക്ഷനാണ്. എഗെയിൻ ദിസ് ഇസ് അനദർ ന്യൂ കളക്ഷൻ. ഇതൊക്കെ ഉടുക്കാനായിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യണം. ഇതും അതുപോലെ, ഇതും ഉടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഉടുക്കാത്ത കുറച്ച് സാരീസ് ഈ സെക്ഷനിലിങ്ങനെ ഞാൻ മാറ്റി വെച്ചേക്കും. ഇതൊക്കെ ബ്ലൗസ് തയ്ക്കാനുണ്ട്, കുറച്ച് പണിയുണ്ട് ഇതിനകത്ത്. ടസൽസൊക്കെ ഉള്ള നല്ല ഇപ്പോഴത്തെ ഒരു സോഫ്റ്റ് ലിനനിലുള്ള സാരീസാണ്. പിന്നെ ഇതെല്ലാം കുറച്ച് ഇത് സ്റ്റാർച്ച് ചെയ്ത സാരീസാണ്. പിന്നെ ഇതൊന്നും ഉടുത്തിട്ടില്ല കേട്ടോ, ഇതൊക്കെ പുതിയ സാരീസാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗ്സിൽ ഞാൻ ഉടുക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇത് ഇറ്റ്സ് ഓൾ വെരി ബ്യൂട്ടിഫുൾ സാരീസ്. ഇതിൻ്റെ ഒന്നും എന്താണ് അവസ്ഥയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ബ്ലൗസിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഫൈനലായിട്ടില്ല. ഒരു ചെറിയ കോപ്പർ ഷെയ്ഡ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഇങ്ങനത്തെ കുറേ നല്ല സാരീസ് ഉണ്ട്. ഇതൊക്കെ ഇനി ബ്ലൗസ് തയ്ച്ചിട്ടേ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അതെങ്ങനെ വെച്ചിരിക്കുന്നു.
ഇതൊക്കെ ബ്ലൗസ് തയ്ക്കാനായിട്ടുള്ള സാരീസ് തന്നെയാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചാണ് കേട്ടോ. ഇതുവരെ അതിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. സിൽവർ ജെറിയൊക്കെ ആയിട്ട് അതിൻ്റെ ബുട്ടാസും അത്. പിന്നെ ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പിന്നെ ഈ സാരീസ് ഇതിൻ്റെ തന്നെ 2-3 കളർ സ്കീം ഞാൻ മേടിച്ചിട്ടുണ്ട്. നമ്മൾ 2-3 ഉടുത്ത് കഴിഞ്ഞാണ്. ഇതെല്ലാം നമ്മൾ പർത്താസിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് മസ്റ്റേർഡ് ആൻഡ് വാടാമുല്ല. ഇത് ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഞാൻ ഉപയോഗിച്ചിരുന്നു. ഇത് ബ്ലൂ ആൻഡ് ഗ്രേ. ഇത് ഒരു റെയർ കളർ കോമ്പിനേഷനായിട്ട്. ഇതിൻ്റെയും ഇത് പിന്നെ ഏത് ബ്ലൗസിൻ്റെ കൂടെ ഇടാം. ബ്ലൂ ബ്ലൗസിന് ഇടാം. ഇതിൽ യെല്ലോ ബ്ലൗസുമായിട്ട് പെയർ ചെയ്യാം. പ്രശ്നമില്ല. മസ്റ്റേർഡ് യെല്ലോ അങ്ങനെ കുഴപ്പമില്ല. ഇതിന് പക്ഷേ ബ്ലൗസ് തേക്കണം. ഓക്കെ, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുവാണ്. പിന്നെ ഇത് താഴോട്ടൊക്കെ കുറേ സാരീസ്, ഇങ്ങനത്തെ സാരീസ് ഇത് ഞാൻ ഉടുത്തിട്ടുണ്ട്. എനിക്കൊരു ഓർമ്മയില്ല അത് എപ്പോഴാണ് ഉടുത്തതെന്ന്, പക്ഷേ ഉടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, എന്തായാലും ഇത് തേച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കാര്യമായിട്ട്. ആൻഡ് ഇതൊക്കെ ഞാൻ തിരിച്ച് ഇവിടെ തൽക്കാലം വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു എനിക്കിപ്പോൾ കുറച്ച് സാരീസ് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ ഞാൻ ഉടുക്കാനുണ്ട്, ഉടുക്കാത്ത ഏതൊക്കെയാണ് ഒരു ഐഡിയ ഉണ്ട്. പ്ലസ് നമുക്ക് കാണാമല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം. സോ ദിസ് ഇസ് വൺ ഏരിയ. പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഞാൻ അന്ന് ആ നാഗർകോവിലിൽ നിന്ന് വാങ്ങിച്ച സാരീസാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ബ്ലൗസൊന്നും തയ്ച്ചിട്ടില്ല കേട്ടോ. ഈ സാരിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. നാഗർകോവിൽ ബ്യൂട്ടിഫുൾ സാരിയായിരുന്നു. ഇതിൻ്റെ ബ്ലൗസൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്താലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സ്റ്റിച്ചിങ് ആണ് ഒരു വലിയ കടമ്പ. പെട്ടെന്നൊന്നും നടക്കുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ വരുന്നത് ഈ സാരിയൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? മസ്റ്റേർഡ് യെല്ലോ. മസ്റ്റേർഡ് യെല്ലോയോ അല്ല, ഇത് കുറച്ചുകൂടെ ഡിഫറെൻറ്റ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് നല്ല ഭംഗിയാണ് ഈ സാരിയെല്ലാം. ഇതിൻ്റെയൊക്കെ ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്താലേ എനിക്ക് ഉടുക്കാൻ പറ്റും. കുറച്ച് നല്ല ഇതാണ്. ഇത് നോക്കിയേ, മാമ്പഴ യെല്ലോ. വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സാരി. ഇതൊക്കെ നല്ല. ഇത് നമ്മൾ ചെന്നൈയിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിച്ചത്. ഐ തിങ്ക് സോ, അറിയില്ല, ഓർമ്മ വരുന്നില്ല ഇപ്പോൾ. ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. അതെ നല്ലിയിൽ നിന്നാണ് വാങ്ങിച്ചത്, കറക്റ്റ്, ചെന്നൈ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു വാർഡ്രോബിൻ്റെ ഒരു പ്ലാനിങ്. ഇത് നോക്കിക്കോളൂ. ഇതൊക്കെ ഇനി ഞാൻ ഉടുക്കാൻ പോണ സാരീസാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ഉടുത്ത് തുടങ്ങിയിട്ടില്ല. അധികം താമസിക്കാതെ നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗ്സിൽ കാണാൻ പറ്റും. പക്ഷേ ഇതെനിക്ക് ട്രാവൽ വ്ളോഗല്ല, അല്ലാണ്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഇസ് അനദർ വൺ. ഇത് ബ്ലൗസ് തേച്ച് വെച്ചിരിക്കുവാണ്. ഈ 3 ഇത് പണ്ട് കോയമ്പത്തൂർ യാത്രയിൽ മേടിച്ചാണ്. യെല്ലോ ആൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ സന്തോഷം. ഇത് വേറൊരു ട്രിപ്പിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ബ്ലൗസൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോകുമ്പോൾ ഇതിൽ 1-2 സാരീസ് ഉടുക്കുന്നുണ്ടാവും. ഇത് എല്ലാവരും പറയില്ലേ ലോങ് സ്ലീവാണ് നല്ലതെന്ന്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ലോങ് സ്ലീവ് എന്ന് വെച്ചാൽ എൽബോ അങ്ങനെ 2 ഇതാ യെല്ലോയുടെ കോമ്പിനേഷനാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ ബ്ലൗസാണ്. ഇത് പഫ് സ്ലീവിൽ തന്നെ തേച്ചു. ഓക്കെ, പഫ് സ്ലീവിൽ തയ്ച്ചു. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ സാരിയാണ്. പക്ഷേ നമ്മൾ ഏതിനെ ഉടുക്കുന്നതെന്നറിയില്ല. ഇതിനൊരു ഇങ്ങനത്തെ ബ്ലൗസ് സിൽക്കാണ്. ഓക്കെ, ദിസ് ഇസ് എ ഗിഫ്റ്റ് ആക്ച്വലി. ഇത് മുന്താനി കേട്ടോ. സാരി അകത്തോട്ട് ഇങ്ങനെയാണ്. ഇറ്റ്സ് എ മെറൂൺ, ഇങ്ങനെ ഇറ്റ്സ് എ സിൽക്ക് സാരി. ഓക്കെ, ഇതിൻ്റെ മുന്താണി വരുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ ഡിസൈനൊക്കെ ആയിട്ട് ഇത് ഇച്ചിരി കോസ്റ്റ്ലി സാരിയാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതെവിടെ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും ഫങ്ഷനോ എവിടെയെങ്കിലും കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ബ്ലൗസും സെറ്റായി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലൗസ് തയ്ക്കും. പിന്നെ നമ്മൾ കുറേ സ്റ്റാൻഡേർഡ് ബ്ലൗസസ് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും സൂട്ടബിൾ ആയിട്ടുള്ളത്. അതൊക്കെയാണ് പെട്ടെന്ന് ഇടുന്നത്. അത് കുറച്ച് ലോങ് സ്ലീവ് ഉണ്ട്, കുറച്ച് 3/4 ഉണ്ട്, പിന്നെ കുറച്ച് എൽബോ ഉണ്ട്, പിന്നെ കുറച്ച് പഫ് സ്ലീവ് ഉണ്ട്, പിന്നെ ചെറിയ ഷോർട്ട് സ്ലീവും ഉണ്ട്. ഇനി നോക്കിക്കോളൂ, ഇത് സെറ്റ് മുണ്ടിൻ്റെ ബാക്കി കേട്ടോ. അവിടെ ഷെൽഫിൽ നിൽക്കാത്ത അത്ര ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതന്ന് കുറേ വല്ല പ്രാവശ്യമായിട്ട് വാങ്ങണതാണല്ലോ. ഇതൊക്കെ സാരീസാണ്, സെറ്റ് സാരി. അത് ഞാൻ കുറവാണ് കൊടുക്കുന്നത്. ഇതെൻ്റെ ആക്ച്വലി പറഞ്ഞാൽ ഇത് അമ്മയുടെ കുറച്ച് സാരീസ് ഇതിനകത്തുണ്ട്. എൻ്റെ അമ്മയുടെ മെമ്മറിക്കായിട്ട് ഞാൻ സൂക്ഷിക്കുന്നതാണ്. അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാരി. ഇതെൻ്റെ അമ്മ എപ്പോഴും കൊടുക്കുന്ന സാരിയായിരുന്നു. പിങ്ക് വാസ് എ ഫേവറേറ്റ് കളർ. സോ ഇതൊരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ സൂക്ഷിക്കുന്നു. ഓക്കെ, ഇത് അമ്മയുടെ ഒരു സാരി തന്നെയാണ്. പിന്നെ ഇത് വേറെ, ഇത് വെഡ്ഡിങ് സാരീസും അങ്ങനെ പട്ടിൻ്റെ കുറച്ച് സാരീസാണ്. ഇത് അമ്മയുടെ സാരീസാണ്. ഈ ഭാഗത്തിരിക്കുന്നില്ല, ഇത് മാറ്റിയാൽ ഇത് അമ്മയുടെ ഫേവറേറ്റ് സാരിയായിരുന്നു. ഇത് സിൽക്കാണ്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു ടൈപ്പ്. ഇത് അമ്മയുടെ എപ്പോഴും പ്രിൻറ്റഡ് സിൽക്ക്, മൈസൂർ സിൽക്ക്, അതൊക്കെ ആയിരുന്നു ഫേവറേറ്റ്. ഈ പിങ്ക്, ഈ എന്താ പറയുക, ഉള്ളിത്തൊലിയുടെ കളർ, ഇതൊക്കെ ഫേവറേറ്റ്സ് ആയിരുന്നു. വലിയ ഫെയർ ആയിട്ടുള്ള ഒരാളായിരുന്നു. അത് കാരണം നല്ല രസമാണ്, ഇതൊക്കെ ഇടുമ്പോൾ നല്ല ചേരും. ഇത് തന്നെ വേറെ 1-2 ഗോൾഡൻ കളറിലെ
സോൾ അമ്മ സാരീസ്. നല്ല സെലക്ഷനുള്ള ആളായിരുന്നു. നല്ല സെലക്ഷൻ, കളർ സെലക്ഷൻ, പാറ്റേൺ സെലക്ഷൻ. പക്ഷേ സിമ്പിളാണ്, എപ്പോഴും മിനിമൽ കാര്യങ്ങളാണ്. പിങ്ക്, ഇറ്റ് ഇസ് ഹർ സാരീസ്. ഇതെന്നും കൂടെ ഉണ്ടാകും എൻ്റെ അവസാനം വരെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അല്ലാത്ത കുറച്ച് സാരീസ്, നമ്മളുടെ സാരീസ്. ഇതൊക്കെ നമ്മുടെ സാരീസ്, എൻ്റെ സാരിയാണ്. ഇത് നമ്മൾ അങ്ങനെ ഉടുത്തിട്ടില്ല. ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ് എല്ലാം. എവിടെയെങ്കിലുമൊക്കെ ഉടുക്കേണ്ടി വരും എപ്പോഴെങ്കിലും നമ്മുടെ വ്ളോഗ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വേറൊരു പട്ട് സാരി. ഇത് ഫുൾ റെഡിൽ കസവ് മാത്രമായിട്ട് 2 സൈഡും ബോർഡർ. ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിക്കുവാണ്. ഇത് മുന്താണി, റിച്ച് മുന്താണിയാണ്. പല്ലു നല്ല റെഡ്. എനിക്ക് തോന്നുന്നു ഞാനൊരു ലൈവ് വന്നപ്പോൾ മറ്റേ ഉടുത്തു എന്ന് എൻ്റെ ഒരു സംശയം, ചെറിയൊരു ഓർമ്മ. ഓക്കെ, പിന്നെ ഇതൊക്കെ ചെന്നൈ പണ്ട് മേടിച്ചതാണ്. പാർവതിയുടെ കല്യാണ സമയത്ത് മേടിച്ചതാണ്. നല്ല ബ്ലൂ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സാരി. നല്ലിന്നാണ് വാങ്ങിച്ചത്, നല്ലി സിൽക്സ്, മൾട്ടി കളർ ചെക്സ്. ഇറ്റ്സ് വെരി നൈസ്. അത് നിങ്ങൾക്ക് അധികം താമസിക്കാതെ കാണാം. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ചില സാരീസൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുവാണ്. ഞാനിങ്ങനെ വാർഡ്രോബിൽ ചെന്ന് ഇടയ്ക്ക് അത്യാവശ്യം വന്ന് നോക്കുമ്പോൾ ചിലതൊക്കെ എന്നെ കാണാൻ പറ്റില്ല. ഇങ്ങനെ വീണ്ടും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ഇനി ഉടുക്കാലോ എന്ന് വിചാരിക്കും. ഇത് വൈകി എൻ്റെ ഒരു നല്ലൊരു പട്ട് സാരിയാണ്. വ്ളോഗിൽ ഉടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. യെസ്. എന്ത് ഭംഗിയുള്ള മഞ്ഞാന്ന് നോക്കിയേ. ചെറിയ കസവ്, പിങ്ക് ബോർഡറും. ഇതതിൻ്റെ പല്ലു പാർട്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സാരി. ഇതൊക്കെ ഉടുക്കണമെന്നുണ്ട് ആക്ച്വലി അടുത്ത കാലത്ത്. സിൽക്കാണ്, പ്യുവർ സിൽക്ക്. മോളെ പുടുമോളെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒളിച്ചു പാത്ത് ഇവിടെ വന്നതാണ്. ഇപ്പോൾ വരും ആൾ. താഴെ നിന്ന് വിളിക്കുവാണേ. പുടുവിന് ഭയങ്കര ജലദോഷം, ചുമ, സുഖമില്ല ആൾക്ക്, വയ്യാണ്ടിരിക്കുക. എന്താടാ? വാട്ട് ഈസ് അമ്മ ഡൂയിങ്? മോളെ എന്താപ്പാ? വാട്ട് ഷൈൻ? എന്താ ഇവിടെ? ഇറ്റ്സ് സണ്ണി ഡേ. വെയിലുണ്ട്, വെയിൽ സൺ. ഓക്കെ, ഇത് എനിക്കുള്ളൊരു നല്ലൊരു സാരിയായിരുന്നു. ഇത് പാർവതിയുടെ കല്യാണ സമയത്ത്. ഇത് ആക്ച്വലി പാർവതിക്ക് വേണ്ടി മേടിച്ചതാണ്. എൻ്റെ അല്ല, ഇത് പാർവതിയുടെ ആണ്. പാർവതി അത് എനിക്ക് തോന്നുന്നു വെഡ്ഡിങ് ഡേയുടെ അന്ന് രാവിലെ മണ്ഡപത്തിലേക്ക് പോകാൻ ഇത് കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അമ്പലത്തിൻ്റെ അവിടെ പോയി തൊഴുതിട്ട് ഈ സാരി കൊടുത്ത് ഗണപതി കൊല്ലിൻ്റെ അവിടെ പോയി. പക്ഷെ അന്ന് കൊടുത്ത് അത്രേ ഉള്ളൂ. ഇനി എനിക്കൊരു ദിവസം കൊടുക്കാൻ വേണമെങ്കിൽ. ഭയങ്കര ബ്രൊക്കേഡുള്ള നല്ലൊരു സാരിയാണിത്. ഞാൻ ഉടുത്തിട്ടില്ല, സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു, കൊടുക്കാം. പക്ഷേ ഏകദേശം ഓരോ സാരി കാണുമ്പോഴും എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വരും. ഞാൻ എവിടെ ഉടുത്തു, ഏത് സമയത്ത് ഉടുത്തു, ഏത് ഒക്കേഷനാണ്, അങ്ങനെ ചെറിയ ഓർമ്മയുണ്ട്. ഈ ഒരു പച്ച സാരി എനിക്ക് നല്ല ഓർമ്മയാണ്. ഇതൊരു കോട്ടൺ ക്ലിയർ സാരിയാണ്. കോലിയക്കോട് ഒരു വ്ളോഗ് ചെയ്തപ്പോഴാണ് പച്ച സാരി ഇത് ഉടുത്തിട്ടായിരുന്നു. ഞാനൊരു റീലും ഒക്കെ ചെയ്തു. അതെൻ്റെ നല്ലൊരു ഗ്രീനറിയിലൊക്കെ ഇറങ്ങി നടന്നത്. അത് ആ ഒരു ദിവസം ഉടുത്തു. പിന്നെ ഉടുത്തിട്ടില്ല. കാര്യം എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഉടുക്കാൻ പറ്റില്ലല്ലോ. പഴയ എപ്പിസോഡാണെന്ന് വിചാരിക്കില്ലേ. അതുകൊണ്ട് തേച്ച് വെച്ചിരിക്കുന്നു. പാർവതിയുടെ കുഞ്ഞുങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ എല്ലാം നമ്മൾ നെറ്റിട്ടത്, ഈ ബാൽക്കണി പ്രദേശത്ത്. ഇനി പുടു കുറച്ചുകൂടി പൊക്കം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡേഞ്ചറസ്. പുടു വോണ്ട് ടു സിറ്റ്. നോ. ഓക്കെ, നൈസ്. ട്രീസ് നൈസ്. ഓക്കെ, ജലദോഷം, ചുമ, എന്തൊക്കെയാണ് കുഞ്ഞിന് വയ്യാത്തത്? എങ്ങനെ ചുമച്ചേ? പാവം, അയ്യോ ചുമ. കുഞ്ഞിന് വയ്യ, പറയൂ. സുഖില്ല, ഔച്ചി. സുഖില്ല, ഔച്ചി. അയ്യോ, കുഞ്ഞ് പേടി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ? പേടി സ്വിമ്മിംഗ് പൂൾ പേടി. ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ പേടിയായിട്ടിരിക്കുകയാണ്, വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. നമ്മൾ ലാസ്റ്റ് ടൈം ട്രാവൻകൂർ ഹെറിറ്റേജിൽ സ്റ്റേക്കേഷന് പോയപ്പോൾ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂൾ ഒന്നിങ്ങനെ ഒന്നും തല ഇങ്ങനെ താഴോട്ട് പോയി. അന്നേരം കുറച്ച് വെള്ളം കുടിച്ചു, മൂക്കിലൊക്കെ വെള്ളം കയറിയതിന് ശേഷം ഭയങ്കര പേടി. അവരുടെ സ്കൂളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, അവർക്ക് സ്വിമ്മിംഗ് കോച്ചിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിപ്പോളൂ, ഹാഫ് ഡേ. പക്ഷെ പോയില്ല, ഒരു ഭയങ്കര പേടിയെന്ന് പറഞ്ഞൊക്കെ. പേടിയോ? അതൊക്കെ പോകും പേടിയൊക്കെ. സ്വിമ്മിംഗ് പൂൾ പേടി. പേടി ഇവിടെ അങ്ങനെ ആക്ഷൻ. പേടി. പേടിക്കണ്ട കേട്ടോ, ഡോണ്ട് വറി. ഞാൻ അമ്മ ഷൂട്ട് ചെയ്യട്ടെ? ഷൂട്ട്. നോ മൈക്ക് എടുക്കാൻ പറ്റില്ല, സോറി. യുവർ ഡ്രസ്, അമ്മാമാസ് ഡ്രസ്.
ഓരോ ഡ്രസ്സോ? സെയിം കളർ. യെസ്. മോൾ ഒരു കാര്യം ചെയ്യും, മോൾ ഇവിടെ ഇരിക്കും, അമ്മ ഇരുത്താം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ, ഈ ഒരു 2-3 സെക്ഷൻ്റെ കാര്യങ്ങൾ. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ താഴോട്ടും ഇത് തന്നെയാണ്. ഇവിടെയൊക്കെ കുറച്ച് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുറച്ച് സിൽക്കിഷ് ആയിട്ട്, ഐ മീൻ ജോർജറ്റ്, ഷിഫോൺ അങ്ങനത്തെ സാരീസാണ് മോസ്റ്റ്ലി ഏറ്റവും താഴത്തെ തട്ടിൽ ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. അതിൽ കുറേ എല്ലാം ഉടുത്തതാണ്. ഇത് നോക്കി ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇതുപോലത്തെ 3 എണ്ണം മേടിച്ചു, 3-4 മേടിച്ചു. ഇത് ഞാൻ ഉടുത്തിട്ടില്ല. ഇത് ഭയങ്കര സിമ്പിൾ, ഇതിൻ്റെ അമ്മ സെലക്ട് ചെയ്ത ടൈപ്പ് ഓഫ് സാരിയാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ. ഇതൊരെണ്ണം ഞാൻ ഉടുക്കാത്തത് തന്നെയാണ്, ഉടുക്കേണ്ടി വരും എപ്പോഴേലും. ഇത് പക്ഷേ ഞാൻ ഇപ്പം മാറ്റി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഓൾറെഡി ഇതുപോലത്തെ 3, അതായത് 1, 2 and 3 3 സാരീസ് ഉണ്ട്. ഇതിൽ 2 ഞാൻ ഉടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ഞാൻ അതുപോലെ ഇതും ഒരു പ്രാവശ്യം ഉടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ മാറ്റി വെച്ചു. ഇത് ഉടുത്തിട്ടില്ല. ഇങ്ങനെയാണ് അന്ന് മേടിച്ചപ്പോഴേ കിട്ടിയത്, റോൾ ചെയ്തായിരുന്നു. ഇതെല്ലാം സിമിലർ ആയതുകൊണ്ട് സെയിം ആണോ എന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ആൻഡ് ഈ ടൈപ്പ് സാരി ഉണ്ടല്ലോ, ഇത് ഇങ്ങനത്തെ 2-3 എണ്ണം ഉണ്ട്, ഈ ടൈപ്പ്. ഓക്കെ, ഒരു പാറ്റേൺ. പിന്നെ ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ഒരു മെറ്റീരിയൽ ഞാൻ ഒരു പ്രാവശ്യം പോത്തീസിൽ പോയപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മേടിച്ചു. പക്ഷേ ഒരു ഇതാണ് എന്താ പറയുക, ഇതിൻ്റെ ഒരു ഓർഗൻസ ടൈപ്പാണ്. എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പാടാണിത്, എങ്ങനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നല്ല പ്രിൻറ്റ് കൂടെ താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു. ഒരു സാരിക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് മേടിച്ചാണ് മെറ്റീരിയലായിട്ട്. ആൻഡ് അഗെയിൻ ഇതൊരു റെഡിമെയ്ഡ് സാരിയാണ്. ദാറ്റ് ഈസ് ഫുൾ മറ്റേ റെഡിമെയ്ഡ് സാരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ നമ്മൾ ചുറ്റി വെച്ചാൽ മതി, എല്ലാം സ്റ്റിച്ച്ഡ് സാരി എന്ന് പറയില്ലേ, അതാണ്. അത് മടക്കാൻ ഭയങ്കര പാടാണ്. ഇനി ഇത് തേക്കാൻ കൊടുത്തിട്ട് മടക്കണം. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പണിയാണ്. പിന്നെ ഇതെല്ലാം ഈ സാരിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇതൊക്കെ ഞാൻ ഉടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ല ഇത് ഉടുത്തിട്ടില്ല, സോറി, ഇതുപോലത്തെ ഒരെണ്ണം ഉടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്, അത് ഉടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, ഞാൻ ഇതൊന്നും മാറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത്, അയ്യോ ഉടുത്തിട്ടില്ലല്ലോ, അതിൻ്റെ ഇത് മാറ്റിയിട്ടില്ല, അത് കാരണം. സോ ഇതപ്പോൾ ഉടുക്കാം. പക്ഷേ ഇതിനെ പോലെ സിമിലറായിട്ടൊരെണ്ണം ഞാൻ ഉടുത്തിട്ടുണ്ട്, അത് കാരണം. ഇതൊക്കെ മധുരൈ സാരീസാണ്, ഞാൻ അന്ന് മേടിച്ചതാണ്. ദറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഇവിടെ ഇരിക്കുന്നതിൽ പകുതി സാരി ചിലതൊക്കെ ഉടുത്തതാണ്. ഫോർ എക്സാമ്പിൾ ഈ സാരീസൊക്കെ ഉടുത്തതാണ് നമ്മുടെ നാഗർകോവിൽ വ്ളോഗ്സിന്. ഇതെല്ലാം കുറേ ഉടുത്തിട്ടുണ്ട്. ദീസ് ആർ ഓൾ യൂസ്ഡ് സാരീസ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ ഇല്ല, പറ്റില്ല. ഇത് എല്ലാം പണ്ടത്തെ അതായത് കൈരളിയുടെ കിച്ചൺ മാജിക്കിൽ കൊടുത്ത സാരീസാണ്. അതിൽ വരുന്നതാണ് ആ കാറ്റഗറി. പക്ഷേ നല്ല ഗ്രാൻഡ് സാരിയാണ്. അതായതെങ്കിലും ഭയങ്കര സോഫ്റ്റ് ഷിഫോണിൽ. ഇത് പണ്ട് മിലൻ ഡിസൈൻസ് ആ കാലത്ത് ചെയ്തു തന്നതാണ്. ഇപ്പോഴത്തെ മിലൻ അല്ല. അന്ന് മിലൻ ഒരു കുറച്ചുകൂടെ ചെറിയൊരു ഷോപ്പായിരുന്നു ബ്രോഡ്വേയിൽ, സെൻറ്റ് റിസാസിൻ്റെ ബാക്കിൽ. ആ സമയത്ത് അവർ തന്നെ ഡിസൈൻ ചെയ്ത് എനിക്ക് ചെയ്തു തന്നതാണ്. വെരി ബ്യൂട്ടിഫുൾ സാരി, നല്ല ഡിസൈനായിരുന്നു. അന്നേ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് അവർ ഡിസൈൻ ചെയ്ത് വളരെ ലാഭത്തിന് എനിക്ക് ചെയ്തു തന്നതാണ്. ഒരുപാട് പൈസയൊന്നും വാങ്ങാണ്ട് നല്ല പ്യോർ ഷിഫോണാണ്. വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. അതിനി എനിക്ക് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ സത്യം പറഞ്ഞാൽ ഉടുക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്. ഔട്ട് ഓഫ് ഫാഷനൊന്നും ഒരിക്കലും ആവില്ല ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ. ഇങ്ങനെ തന്നെ ഇരിക്കുക. അല്ലെങ്കിൽ ഇനി അഥവാ ആയാൽ തന്നെ ചെറിയ മാറ്റങ്ങളോടുകൂടി അതിൻ്റെ പാറ്റേൺ ഒന്ന് ചെറുതായിട്ട് മാറ്റിയാൽ മതി. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് അഗൈൻ വൺ സാരി. പിന്നെ ഇത് ഞാൻ ഉടുത്തിട്ടില്ല ഈ സാരി. ഇത് മെറ്റീരിയൽ അല്ല, ഇത് പാർത്താസിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. എനിക്ക് വൈറ്റ് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്, വൈറ്റ് ആൻഡ് പിങ്ക്. അതെൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയൊരു ചെറിയൊരു ഇഷ്ടമുണ്ട് ആ കാര്യത്തിൽ, അതൊന്ന്. പിന്നെ ഇതും കിച്ചൺ മാജിക് സീരീസിലുണ്ടായിരുന്ന സാരിയാണ്. അതൊക്കെ ഫിനാലേക്കും ഒക്കെ ഇട്ടതാണ്. പണ്ടത്തെ കിച്ചൺ മാജിക് ഇങ്ങനെ ഗോൾഡൻ വർക്കും ഒക്കെ ആയിട്ട് നല്ലത്. ഇപ്പോൾ തിരിച്ചു വെച്ചാൽ മടക്കിയിരിക്കുന്നത്, അത് തേക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു നല്ല സാരി. ഈ കളർ എനിക്ക് റെയറാണ്, അതുകൊണ്ട് ഞാൻ പാർത്താസിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഗ്രേ കളറിലെ ഒരു ബ്രൊക്കേഡ് സാരി, ഒരു ബനാറസി ടൈപ്പാണ്. പക്ഷേ ഒരു ഷിഫോൺ ബനാറസി ടൈപ്പ്, ഇങ്ങനെ ബ്രൊക്കേഡ്. ഇതൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ട് അന്ന് മേടിച്ചാണ്. ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് അന്ന് 2820 റുപ്പീസ് കൊടുത്ത് മേടിച്ചാണ്. ഈ അടുത്ത് 1 വർഷമല്ല 2 വർഷമൊക്കെ, 1.5 വർഷമെങ്കിലും ആകും ഇത് മേടിച്ചിട്ട്. എനിക്ക് ഓർമ്മയില്ല എന്നാ വാങ്ങിച്ചതെന്ന്. പക്ഷേ അതൊന്ന് ഉടുക്കണം, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉടുക്കാം. ഇതെൻ്റെ മുന്താണി. ഇത് തിരിച്ച് നല്ല ഭംഗിയാട്ടോ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സാരി. നല്ല ഒരു ഡാർക്കായിട്ടുള്ളൊരു ബ്ലൗസ്, ഒരു മെറൂണോ റെഡോ എല്ലാം കോൺട്രാസ്റ്റ് ഇട്ടാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇതിന് എന്നാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ വെച്ചിരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് അനദർ പ്ലാൻ. പിന്നെ ഇതും കിച്ചൺ മാജിക്കിൻ്റെ ഫിനാലയിലോ മറ്റോ കൊടുത്തൊരു സാരിയാണ്. പിങ്ക്, ഫുൾ സിൽവർ ആൻഡ് പിങ്കാണ്.
വർക്ക്ഡ് സാരി. അന്ന് ഇതൊക്കെ ഒരു ഭയങ്കര നല്ല ഭംഗിയായിരുന്നു. ഇതെൻ്റെ മുന്താണി പാർട്ടാണ്. ബോഡി ഫുൾ ഇങ്ങനെ ആയിരിക്കും. എല്ലാം മടക്കി തേച്ച് മടക്കി വെച്ചിരിക്കുവാണ്. അതിനൊന്നും ചെയ്തിട്ടില്ല. ദീസ് ആർ ഓൾ ആ ടൈമിൽ അതിൻ്റെ ആ സീരീസിലുള്ള സാരീസാണ്. ഇത് എത്ര വർഷമായി ഞാൻ ഒന്ന് കളയാണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും. അത്യാവശ്യമാണെങ്കിൽ ഉടുക്കും. ഫങ്ഷൻസൊക്കെ ഉടുക്കാൻ പറ്റിയ രീതിയിലാണ്. ഇതെല്ലാം അത് തന്നെയാണ് കേട്ടോ. അതെല്ലാം ഇതൊരു റീലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠൻ നായർ ഷോയിൽ പോയപ്പോൾ ഉടുത്ത സാരിയാണിത്. അത് ആ പ്രോഗ്രാമിൽ ഉടുത്ത് പിന്നെ അത് വെച്ചിട്ട് ചെറിയ റീലും ചെയ്തിട്ടുണ്ട്. അതന്ന് മടക്കി വെച്ചതാണ്. ഓക്കെ, ഇത് നമ്മൾ കസ്റ്റം മെയ്ഡാണ് കേട്ടോ. എൻ്റെ ഡിസൈനർ അരുൺ ചെയ്തു തന്ന സാരിയാണ്. എറണാകുളത്ത് നിന്ന് കൊച്ചി. ഉടുക്കാൻ പറ്റും ഇനിയും എന്ന് വെച്ചാൽ ബ്ലൗസ് ഒന്ന് മാറ്റിയാൽ മതി. ഇതിൽ ഭയങ്കര ഭംഗിയുള്ളൊരു ഡിസൈനർ ബ്ലൗസാണ് ഞാൻ എന്നിട്ട് വർക്ക് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ബ്ലൗസ്. ഇനി ആ ബ്ലൗസ് ഒന്ന് മാറ്റി വേറൊരു ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു പുതിയ സാരിയായിട്ട് തന്നെ റീയൂസ് ചെയ്യാം. ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, ദാറ്റ് ഈസ് അനദർ വൺ. ഇനി ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു സാരിയാണ്. അഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ സാരി. ഒരു സെയിലിന് പോയപ്പോൾ അവിടെ ഒരു ബൊട്ടീക്കിൻ്റെ ആൾക്കാർ ഉണ്ടായിരുന്നു. അവർക്ക് നിർബന്ധമായിട്ട് എനിക്ക് സാരി തന്നതാണ്. എന്നിട്ട് പറഞ്ഞു, മാഡം ഒരു ഇൻസ്റ്റയിലൊരു ഇതെപ്പോഴെങ്കിലും ഉടുക്കുമ്പോൾ ഞങ്ങളെ ഒന്ന് ടാഗ് ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഉടുത്തിട്ടുമില്ല, അവർക്ക് ടാഗും കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ ആ ലേഡിയുടെ മറന്നുപോയി കേട്ടോ. അത് അവരുടെ ആ ഐ ഡി എന്തായിരുന്നു അന്ന് എഴുതിയൊന്നും തന്നില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സെയിലിൽ നിന്നാണ്. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് ഗെറ്റ് ബാക്ക്, എനിക്കൊന്ന് അയച്ചു തരാം. ഞാൻ ഈ സാരി കൊടുത്ത് ഡെഫിനറ്റ്ലി ഇൻസ്റ്റയിലൊരു സ്റ്റോറി ഇടുന്നുണ്ടാവും, നിങ്ങളെയും കൂടി ടാഗ് ചെയ്ത്. ഞാൻ വിട്ടുപോയതാണ്, ആ സമയത്ത് കുറച്ച് തിരക്കായിപ്പോയി. പക്ഷേ ആ പേരും മറന്നുപോയി. അത് ഏത് ബൊട്ടീക്കായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ. എന്ത് ഭംഗിയുള്ള സാരി എന്നൊക്കെ. സച്ച് എ ബ്യൂട്ടിഫുൾ സാരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ നല്ലതായിട്ട് ഉടുത്ത് നമുക്ക് ഇൻസ്റ്റയിൽ ഇടാൻ പറ്റുന്നൊരു സംഭവമാണ്. ഓക്കെ, ദിസ് ഇസ് അഗെയിൻ നൈസ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതും നമ്മളുടെ കിച്ചൺ മാജിക് സീരീസിലെ സാരീസ് തന്നെയാണ്. ഇതൊക്കെ മിലൻ ഡിസൈൻസ് അന്ന് ഡിസൈൻ ചെയ്തതെന്നാണ്. ഓരോ ബേജ് കളറിൽ റെഡൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്ത്. ഞാൻ മടക്ക് പോകണ്ട, ഞാൻ അതുകൊണ്ട് കൂടുതൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇതും അത് തന്നെയാണ്. ഇത് നമ്മളല്ലാണ്ട് മേടിച്ച സാരിയാണ്, ബട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതൊക്കെ കിച്ചൺ മാജിക് പാചകറാണി. ഇതെനിക്കൊണ്ട് പാചകറാണിയുടെ സമയത്തുള്ള സാരിയാണ്. അപ്പോൾ ഏകദേശം എത്ര വർഷമായി കാണും? ഇപ്പോൾ മോർ ദാൻ 15 മോർ ദാൻ 15 അല്ല, പാചകറാണി ഒരു 10-20 വർഷമായിട്ടുണ്ടാവും. കിച്ചൺ മാജിക്കൊക്കെ ഒരു 15 വർഷം ആ റേഞ്ചായിരിക്കാം. പക്ഷേ നല്ല സാരി കേട്ടോ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സാരി. ഇനി ഉടുക്കാൻ പറ്റുന്ന തന്നെയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാഗർകോവിൽ സീരീസിൽ ഉടുത്തതൊക്കെ ഒരു സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ട്. ഇതും നമ്മുടെ കിച്ചൺ മാജിക് സാരിയാണ്. പാചകറാണിയിൽ ഉടുത്ത അത് പാചകറാണിയിൽ ഉടുത്ത സാരിയാണ്. പിന്നെ ഞാൻ വയനാട്ടിലൊരു ഫംഗ്ഷൻ ഉടുത്തു. അത് നമ്മൾ വ്ളോഗും ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറേ വർഷം 2-3 വർഷം മുന്നെയാണ് കേട്ടോ. പാചകറാണി സീരീസിലുള്ളതാണ്. ഒരു ഫിനാലയിൽ ഞാൻ ഇട്ട സാരിയാണ്. ഇങ്ങനെ ബ്യൂട്ടിഫുൾ. ബോംബെന്ന് മറ്റോ വാങ്ങിച്ച സാരിയാണ്. അടിപൊളി സാരി. ബോംബെ ആണോ അതോ അഹമ്മദാബാദ്, ഗുജറാത്ത് ആ സൈഡിൽ നിന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഇറ്റ്സ് ശരി, ഒരു ഭയങ്കര ഒരു ഗ്രാൻഡ് സാരി. അത് ഏത് വർഷം എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് പുതിയതുപോലെ ഇപ്പോഴും ഉടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേണും കളറും എവ്രിതിങ്. അത് നല്ല സൂപ്പറാണത്. ഓക്കെ, ഇതൊക്കെ ഞാനൊന്നും തിരിച്ചെടുക്കട്ടെ. ഈ തട്ടിലാണെങ്കിൽ ദിസ് ഈസ് അനദർ ബ്യൂട്ടിഫുൾ സാരി. ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടങ്ങ് മേടിച്ചതാണ് ആ സമയത്ത്. ഒരു ഭയങ്കര നെറ്റ് പോലത്തെ സാരിയാണ് കേട്ടോ. ഫുൾ ട്രാൻസ്പെറൻറ്റ്. അതുകൊണ്ട് എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് വാർത്താസിൽ നിന്ന് മേടിച്ചാണ്. ഭയങ്കര ഭംഗി. അതെ, ഇങ്ങനെ ഒരു ഓംബ്രെ ഷെയ്ഡ് പോലെ ഇങ്ങനെ താഴോട്ട് വൈറ്റ് തുടങ്ങി ഇങ്ങനെ ലൈറ്റ് യെല്ലോ ആയിട്ട് ലൈറ്റ് ഇങ്ങനെ പോകണു. പക്ഷേ സാരി ഫോളോ ഒക്കെ വെച്ചു. അപ്പോൾ ഇതെങ്ങനെ അത് സ്റ്റൈൽ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഓക്കെ, എങ്ങനെ ബ്യൂട്ടിഫുൾ സാരി. ഞാനിപ്പോൾ എല്ലാ സാരിയും മൊത്തം എന്താ പറയുക, അതിൻ്റെ മടക്കൊക്കെ പോയിട്ടുണ്ടാവും എല്ലാത്തിൻ്റെ. ഇനി വീണ്ടും ഇതൊക്കെ ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ഷൂട്ട് ഉടുത്തിട്ടുള്ളതാണ്. എഗെയിൻ ഇതെല്ലാം ഉടുത്ത സാരീസാണ്. ഓൾറെഡി ഉടുത്തതും ഇതിൽ കുറച്ചൊക്കെ മാജിക്കോ എന്താ പറയുക പാചകറാണിയിലുണ്ടായിരുന്ന സാരീസാണ്. ഇത് കുറച്ച് കോട്ടൺ നല്ല കളക്ഷനാണ്. എൻ്റെ മറ്റേ ലിനൻ ടൈപ്പ് അങ്ങനത്തെ കുറേ സാരീസ് ഇപ്പോൾ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ കുറച്ചൊരു ഫോർമൽ എന്താ പറയുക അക്കാഡമിക് ഫംഗ്ഷനൊക്കെ ഞാൻ ഇതാണ് കുറച്ച് പ്രിഫർ ചെയ്യുന്നത്. ഹൈ നെക്ക് ബ്ലൗസും ക്ലോസ് നെക്കും ലോങ് സ്ലീവും ഒക്കെ ആയിട്ടിടുമ്പോൾ അങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ലതാണ്. ഇതും ഒരു നല്ല സാരിയാണ്. നിറച്ചൊരു വലിയ വിലയൊന്നുമില്ല, പക്ഷേ ഇത് ഉടുക്കുമ്പോൾ രസമാണ്.
ഇത് ഞാൻ ഉടുക്കാത്തൊരു സാരിയാണ് കേട്ടോ, അത് മാറ്റി വെച്ചിരുന്നതാണ്, ഞാൻ ഉടുത്തിട്ടില്ല. ദിസ് ഇസ് അനദർ സാരി. ഇതെപ്പോഴേലും ഉടുക്കാം. ഓക്കെ, നമ്മുടെ ചെറിയ ട്രാവൽ വ്ളോഗ് ഉടുക്കാം. ഇത് നോക്കിക്കോളൂ, ഇതിങ്ങനത്തെ ഈ ബ്രൊക്കേ ടൈപ്പ് സാരി. ഇതൊന്നും ഉടുത്തിട്ടില്ല കേട്ടോ, അതൊക്കെ പാർത്താസാണ്, വലിയ വിലയൊന്നുമില്ല. പക്ഷേ നല്ല പട്ട് സാരി പോലെ നമുക്ക് 610 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്നത്. പിന്നെ ഇതൊന്നും ഞാൻ ഉടുത്തിട്ടില്ല, ഇതൊക്കെ ഇനി ഉടുക്കാനുള്ളത് തന്നെയാണ്. അതെല്ലാം അന്ന് പാർത്താസിൽ നിന്ന് വാങ്ങിച്ച സാരീസാണ്, അതെല്ലാം ഇനി ഇവിടെ വെച്ചിരിക്കുവാണ്. ആ പ്രൈസ് ടാഗ് ഒന്നും മാറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ട്രാവൽ വ്ളോഗിൽ 1 by 1 നിങ്ങൾക്ക് കാണാം. കുറച്ചുണ്ട്, പക്ഷെ എല്ലാം ഞാൻ ഒന്നിച്ചെടുത്ത് കൊടുക്കില്ല, ഒരേ പാറ്റേൺ അങ്ങനെ എല്ലാം റിപ്പീറ്റ് ചെയ്യില്ല. ചിലത് ഇതിൽ 1-2 പ്രാവശ്യം എടുക്കും. പിന്നെ വേറെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അത് ഓരോ സ്ഥലത്തിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് ഞാൻ സാരീസ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും അങ്ങനെ അല്ല, കൂടുതലും ഫങ്ഷനുമൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഇതെല്ലാം ബ്ലൗസൊന്നും തെച്ചിട്ടില്ല, എനിക്ക് ഏതെങ്കിലും ഗോൾഡൻ ബ്ലൗസ് ഇട്ടാലും മതി, വലിയ പ്രശ്നമില്ല. ഈ സാരിയൊക്കെ ഉടുത്തത് നിങ്ങൾ ഓർക്കുന്നില്ല, ഇതിൻ്റെ ഇത് പച്ച ഇതെല്ലാം ഉടുത്തതാണ്. ഇത് ഞാൻ ഉടുത്തിട്ടില്ല. ദെൻ എഗെയിൻ ഇത് ഞാൻ ഉടുത്തിട്ടില്ല. ഇതൊരു ഷിഫോൺ ഇങ്ങനെ കിടക്കുന്ന ടൈപ്പ് സാരിയാണ്, കുറച്ച് മിറർ വർക്കൊക്കെ ഉണ്ട്. ഈ സാരീസ് ഉടുത്താണ്, ഇതെല്ലാം കുറച്ച് ഉടുത്താണ്. ഈ കട്ട് വർക്ക് സാരി ഞാൻ ഉടുത്തിട്ടില്ല. പിന്നെ എന്താ പറയുക, ഈ ഒരു സാരി ഞാൻ ഉടുത്തിട്ടില്ല. ഇതൊരു നല്ല സാരി കേട്ടോ, പക്ഷേ ഇത് റെഡിമെയ്ഡ് സാരിയാണ്, ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതായത് റെഡി ടു വെയർ. അതിങ്ങനെ മടക്കി വെച്ചാലും അത് കഷ്ടപ്പാടാണ്. ഇനി ഇതൊന്നുകൂടി തേക്കണം. ഓക്കെ, ഇതൊക്കെ ഉടുക്കാനുള്ള സാരീസാണ്, എപ്പോൾ വേണമെങ്കിലും ഉടുക്കാം. ഓക്കെ, നമ്മുടെ ബാക്കപ്പ് സാരീസ് എല്ലാം സെറ്റ്. ഇത് നമ്മുടെ കുറച്ച് പട്ട് സാരീസ് കണ്ടിട്ടുണ്ടാവാം. പട്ട് സാരി ഉടുക്കുന്ന കുറവാണ് ഞാൻ. പിന്നെ ഞാൻ ഇടയ്ക്ക് തഞ്ചാവൂരും കുംഭകോണമൊക്കെ പോയപ്പോഴാണ് പട്ട് സാരി ഉടുത്തത്. ഇത് ആ സമയത്തൊക്കെ ഉടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 2 പട്ട് സാരി ഞാൻ ഐ തിങ്ക് അത് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ഇത് ഉടുക്കാത്തൊരു സാരി കേട്ടോ, ഇത് ഒരു പട്ടാണ്, എപ്പോൾ വേണമെങ്കിലും ഉടുക്കാം. പിന്നെ ഇങ്ങനെ കുറച്ച് പട്ട് സാരികൾ ഇവിടെ സ്റ്റോക്കുണ്ട്. ഇത് ഉടുത്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഐ തിങ്ക് സോ, എനിക്കൊരു ഓർമ്മയില്ല, പക്ഷേ എക്സാക്റ്റ് അത് തേക്കാനായിട്ട് മാറ്റാം. ഇതൊക്കെ ഫോൾഡ് പോയിരിക്കും. ഇതൊരു മടിസർ സാരി എന്ന് പറഞ്ഞിട്ട്, മറ്റേ 18 മുഴം സാരിയില്ലേ മടിസാർ, അത് അന്ന് ചെന്നൈയിൽ നിന്ന് മേടിച്ചാണ്. അത് ഉടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, അതുകൊണ്ട് ഇതുവരെ ഉടുത്തിട്ടില്ല. പിന്നെ ഇതാ ബ്ലാക്ക് സാരിയും അതുപോലെ അവിടെ നിന്ന് തന്നെ മേടിച്ചാണ്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ തന്നെ ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഇത് റെഡിമെയ്ഡ് ആക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബ്രൊക്കേ ഇതൊക്കെ ആയിട്ട് അല്ലല്ല, ഇതും അത് തന്നെയാണ് മടക്ക് വരുന്നുണ്ടോ മോള്? ഓക്കെ, ഇത് അത് തന്നെ. ഇത് നമ്മൾ റെഡിമെയ്ഡ് ദാറ്റ് ഈസ് റെഡി ടു വെയർ സാരി ആയിട്ട് ചെയ്തു. അങ്ങനെ 2-3 റെഡി ടു വെയർ ഉണ്ട്. ഇത് ഞാൻ ഉടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഉടുത്ത സാരീസാണ്. പട്ട് സാരി തന്നെയാണ്, എല്ലാം സിൽക്കാണ് ഇതെല്ലാം. ഓറഞ്ച് ഉണ്ട്. ഇതൊക്കെ നല്ല മധുരൈ ട്രിപ്പിലുണ്ടായിരുന്നു, ആദ്യത്തെ മധുരൈ ട്രിപ്പ്. ഇതല്ലാണ്ടൊരു പിങ്ക് ആൻഡ് വാവ്, ഇതൊരു ബ്യൂട്ടിഫുൾ. ഇത് അനുവിൻ്റെ കല്യാണ സമയത്ത് ഒരു ആൻറ്റി ഗിഫ്റ്റ് കൊടുത്താന്ന് പറഞ്ഞത്. അനു ഒരു പ്രാവശ്യം കൊടുത്ത് ഞാൻ കണ്ടത്, ഞാൻ ഉടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ തന്നെ വച്ചിരിക്കുന്നത് സൂക്ഷിച്ച്. ഓക്കെ, സോ സാധനത് ബ്യൂട്ടിഫുൾ സാരി എന്തായാലും നമ്മുടെ കളക്ഷനിൽ ഇരിക്കുന്നുണ്ടതും. അയ്യോ സോറി, തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മടിസർ സാരീസ് ഉണ്ട്, ഇതൊന്നും ഉടുക്കാത്ത സാരീസാണ് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സ്റ്റോക്കാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ഇങ്ങനത്തെ മൈസൂർ സിൽക്ക്, ഇങ്ങനത്തെ ടൈപ്പ് സാരീസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉടുക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതെൻ്റെ യെല്ലോ വിത്ത് ഇതിൻ്റെ സെയിം ഒരു യെല്ലോ ഉണ്ടായിരുന്നു എനിക്ക്, ഓൾമോസ്റ്റ് സെയിം. പക്ഷേ ഞാൻ UK പോയൊരു റീലൊക്കെ ചെയ്തു, ഓൾമോസ്റ്റ് സെയിം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ സാരി എനിക്ക് തോന്നുന്നു ഞാൻ ആർക്കും ഏതൊരു ഫ്രണ്ടിന് കൊടുത്തായിരുന്നു ഗിഫ്റ്റായിട്ട്. ഓക്കെ, അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുപോലെ ഒന്ന് ഇപ്പോൾ വീണ്ടും വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം പ്രാർത്താസിൽ പോയപ്പോൾ അതിരിക്കുന്നത് അപ്പോൾ ഞാൻ കൊള്ളാം. ഇതും എൻ്റെ ഫേവറേറ്റ് സാരിയാണ്, ഞാൻ ഉടുത്തിട്ടുണ്ട്. നമ്മുടെ വ്ളോഗിൽ ഉടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇറ്റ്സ് 1 പ്ലെയിൻ കളർ. പക്ഷേ ഈ ടൈപ്പ് സാരി എൻ്റെ ഫേവറേറ്റാണ്. അതിൻ്റെ തന്നെ എത്ര ഷെയ്ഡ്സ് ഉണ്ട് അറിയണ്ടേ? അതെ, അതിൻ്റെ തന്നെ റെഡ് ഉണ്ട്, പ്ലെയിൻ ആയിട്ട് വരുന്ന റെഡ്, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന മെറൂൺ ആൻഡ് ഗോൾഡ്. ഇതൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഞാൻ സാധാരണ എപ്പോഴും ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഈ ടൈപ്പ് സാരീസ്. എനിക്ക് ഭയങ്കര പടപടാന്നിരിക്കുന്ന പട്ട് സാരിയെക്കാട്ടിലും ഐ ലൈക്ക് ഇങ്ങനെ ഒതുങ്ങി ദേഹത്തോടിങ്ങനെ ഒഴുകി കിടക്കുന്ന സാരീസാണ് ഇഷ്ടം. പിന്നെന്താ പറയുക, ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ഏറ്റവും താഴെ. പിന്നെ ഇതെല്ലാം ലിനൻ സാരീസിൻ്റെ ഒരു വലിയ കളക്ഷനാണ്. ഇതൊന്നും ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ വ്ളോഗ്സിൽ കുറവാണ് ഇടുന്നത്. അല്ലാതെ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അക്കാഡമിക് വർക്ക്, ഇപ്പോൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ സാരീസ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്.
ഇതെല്ലാം കൂടുതൽ ഞാൻ ക്ലോസ് നെക്കുള്ള ബ്ലൗസൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഇത് ഇവിടെയും ഒക്കെ ഉണ്ട്. ഇതിൽ 1 2 3 സാരീസൊക്കെ നമ്മൾ ഉടുത്തിട്ടുണ്ട് സാരീസ്. പിന്നെ ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്, അത് അനങ്ങാതിരിക്കുന്നത് ഇപ്പോഴും. ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. ഇതൊരു ഗോൾഡൻ പ്ലെയിൻ സാരി, ഇതൊരു സിൽവർ, ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാരീസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ വെച്ചിരുന്നത്. അങ്ങനത്തെ കുറേ സാരി എനിക്ക് എല്ലായിടത്തും കാണിച്ച ഒരുപാട് സമയമാകും. അത് കാരണമാണ് ഞാൻ സ്പീഡപ്പ് ചെയ്യുന്നത്. അങ്ങനെ മുകളിലേക്ക് പോയാലും അത് തന്നെയാണ്. ഈ സൈഡിലാണെങ്കിൽ ഇതെല്ലാം മറ്റേ ഷിഫോൺ ടൈപ്പ് സാരീസാണ്. ഇതെല്ലാം പ്ലെയിൻ ഡിഫറെൻറ്റ് സാരീസ്. ഇതൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പാടുപെടും തിരിച്ചു വയ്ക്കാൻ. അതിൻ്റെ എല്ലാം പ്ലെയിൻ സാരീസാണ്. ഇത് അതിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. ഇത് ഫുൾ അത് തന്നെയാണ്. ബ്രൊക്കേറ്റ്സ് ഉള്ളതുകൊണ്ട് അല്ലാത്തതുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അകത്തോട്ടൊക്കെ കുറച്ച് അങ്ങനത്തെ ടൈപ്പ് സാരീസ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. കുറേ ഈ ടൈപ്പ് സാരീസ്, ലോട്ട് ഓഫ് സാരീസ് ഇൻസൈഡ്. 2 തട്ട് സെക്ഷനായിട്ടാണ്. അകത്തോട്ടും ഉണ്ട്, പുറത്തോട്ടും ഉണ്ട്. അതെ, ഇങ്ങനത്തെ സാരീസ്. ഇതെല്ലാം നമ്മുടെ കിച്ചൺ മാജിക്കും പാചകറാണിയും കളക്ഷനാണത്. അങ്ങനത്തെ കുറേ സാരീസ് അകത്തോട്ടെല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം കിച്ചൺ മാജിക് സീരീസിലെ പാചകറാണിയുടെയും കുറേ സാരീസ് ഞാനിങ്ങനെ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആവശ്യം വരുമ്പോൾ ഉടുക്കാമല്ലോ. ഇതെല്ലാം പ്ലെയിൻ സാരീസ്. ഇതൊക്കെ റീസെൻ്റായിട്ട് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോൾ ബൈ ചെയ്താണ്. ഏതെങ്കിലും കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെയോ ഡിസൈനർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും. ഉടുത്തിട്ടില്ല, ഉടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ഇതിപ്പോൾ നമ്മുടെ കുറേ കോട്ടൺ കളക്ഷൻസാണ്. ഇത് ഞാൻ ഉടുത്തിട്ടില്ല, ഉടുക്കാൻ വെച്ചിരിക്കുവാണേ. പിന്നെ ഇതിങ്ങനെയല്ല, ഇതും ഉടുത്തിട്ടില്ല. എൻ്റെ ആ ചുങ്കിടി ടൈപ്പ് നമ്മൾ മധുരയിൽ നിന്നൊക്കെ വാങ്ങിച്ചത്. ഇതതിൻ്റെ ബ്യൂട്ടിഫുള്ളൊരു നല്ല പട്ടാണ് കേട്ടോ. റോ സിൽക്ക് പോലത്തെ ഒരു സാധനമാണ്. ഇത് ഞാൻ ഉടുത്തിട്ടില്ല. ഇതിനൊക്കെ ബ്ലൗസ് ഇച്ചിരി ഹെവിയാണ്. പിന്നെ ഇതും നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഉടുക്കാനുള്ള സാരിയാണ്. ഓക്കെ, മധുരൈ സാരി. പിന്നെ അകത്തോട്ടെല്ലാം അങ്ങനെ തന്നെയാണ്. കുറേ ഉണ്ട്. ഇതൊക്കെ മധുരൈ സാരീസ്, ഇതെൻ്റെ പട്ട് സാരി, ഇതെൻ്റെ മറ്റേ പട്ട് സാരി. അത് അവിടെ അപ്പുറത്തെ ഷെൽഫിലായിപ്പോയി. സോ ദിസ് ഇസ് ടു കം ഹിയർ. പിന്നെ ഇതെല്ലാം മധുരൈ ചുങ്കിടി സാരീസ് എല്ലാം ഇതിനകത്താണ്. ഹാൻഡ്ലൂം സാരീസും ഈ സൈഡിലേക്കാണ് എല്ലാം വെച്ചിരിക്കുന്നത്. ഈ ഒരു ഷെൽഫിൽ അതെല്ലാം ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഉടുക്കാനുള്ള സാരീസാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മാജിക് ഓവൻ. പിന്നെന്താ, ഇതൊന്നും ഉടുത്തിട്ടില്ല. പിന്നെന്താ പറയുക, ഇത് ഉടുത്തിട്ടില്ല. ഇതൊക്കെ ഭർത്താസാണ്. ഇത് കോട്ട സാരീസ്. പിന്നെ ഇത് കുറേ സാരീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതെല്ലാം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെ ഉടുത്തില്ല എന്ന്. പിന്നെ ഇതിലും കുറേ ഇങ്ങനത്തെ സാരീസ് തന്നെയാണ്. കോട്ടൺ ഹാൻഡ്ലൂം വിത്ത് കസവ് ഒക്കെ ഉടുത്ത കുറച്ച് സാരീസാണ്. പിന്നെന്താ പറയുക, ഇത് പട്ടാണ്. അതവിടെ സെക്ഷൻ മാറിയിരിക്കുവാണ്. ഓക്കെ, കുറേ നേരം ഇല്ല സാരി വേർത്ത് തുടങ്ങി. ഫാനൊന്ന് മാറി. ഇത് ഓക്കെ, നല്ലൊരു ബ്യൂട്ടിഫുൾ സിൽക്ക് സാരിയാണ്. ഞാൻ ഉടുത്തിട്ടില്ല കേട്ടോ. കോൺട്രാസ്റ്റ്, പിന്നെ ബ്ലൗസൊന്നും ആയിട്ടില്ല. സിൽവർ ജെറിയൊക്കെ ആയിട്ടാണ്. ഇറ്റ്സ് എ നൈസ് സിൽക്ക് സാരി. നല്ലൊരു കോൺട്രാസ്റ്റാണ്. 2 കളേഴ്സ്. ഇത് നല്ലൊരു സാരിയാണ്. ഇതൊക്കെ വെച്ചിരിക്കുവാണ് ഉടുക്കാൻ ഭാവിയിലേക്ക്. ഇതെൻ്റെ പഴയ സാരിയാണ്. ഇത് ഞാൻ കുറേ ഉടുത്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ വ്ളോഗിലൊന്നും ഉടുത്തിട്ടില്ല. ഈ ഒരു കളർ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് റോയൽ ബ്ലൂ ആൻഡ് ടർക്കോയ്സ് ബ്ലൂ. നിറയെ ബൂട്ടാസൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ഇഷ്ടപ്പെട്ട സിൽക്കി മെറ്റീരിയലാണ്. മൈസൂർ സിൽക്ക്, മറ്റേ എന്താ പറയുക, ക്രേപ്പ് സിൽക്ക്, അങ്ങനത്തെ സാരിയാണ്. ഇത് ഒരു പ്രാവശ്യം നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ വ്ളോഗിൽ ഉടുക്കാം. ഒന്നുകൂടി ഒന്ന് തേച്ചാൽ മതി. സിൽക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ. പിന്നെ ഇതല്ലാതെ തന്നെ ഇത് സെറ്റ് മോഡലും ഒരുപാടെണ്ണം കൊണ്ട് കൊടുക്കാത്തത് എനിക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. ഇത് അവിടെ നിന്ന് വാങ്ങിച്ചല്ല, ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. എഗെയിൻ ഗിഫ്റ്റുള്ള സാരിയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നത്. ഇത് അവർ തന്നെ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. ഭയങ്കര മിടിക്കുകയാണ്. സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഇത് സിൽവർ ജെറിയൊക്കെ ആയിട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റഡ് ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ. അതെനിക്കൊരെണ്ണം ഗിഫ്റ്റ് തന്നതാണ്. ഒരു പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഒരു ഇതൊക്കെ കാണണം, വർക്കൊക്കെ ഒന്ന് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ഷെയർ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുവാണ്. പക്ഷേ അതിന് സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകണോ, ഏതെങ്കിലും ഷൂട്ട് പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക ഏത് സാരിക്ക് സാരിയുടെ ഇടയിൽ മുങ്ങിത്തപ്പലാണ് എൻ്റെ മെയിൻ പരിപാടി. ഇതെല്ലാം ഇങ്ങനെ ഒരു സെമി പട്ട് അങ്ങനത്തെ കുറേ സാരീസ്. ഓക്കെ, മേളിലോട്ടും കുറച്ച് പട്ട് സെറ്റും ഉണ്ട്, പിന്നെ കുറച്ച് കളക്ഷനും ഉണ്ട്. പ്ലസ് കോട്ടണിൻ്റെ കുറച്ചുണ്ട്. ആർച്ച് ചെയ്ത് ഡ്രൈ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന കുറേ കോട്ടൺ സാരീസും ഉണ്ട്. അതെല്ലാം കോട്ടണാണ് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ്. ബ്യൂട്ടിഫുൾ സാരീസാണ്, കുഴപ്പമൊന്നുമില്ല. അതിടയ്ക്കൊക്കെ ഞാൻ ഉടുക്കാം. ഓക്കെ,
അപ്പോൾ ഏകദേശം എന്ന് പറയാമൊക്കെയുള്ളൂ ഇത് കാണിച്ചത്. പിന്നെ ഇത് നമ്മുടെ അലമാര മുഴുവൻ സാരീസ് ഇങ്ങനെ ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കോട്ടണാണ്. പിന്നെ ഇതിലും കുറേ സെറ്റ് മുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ ഉടുത്തതാണ്, സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു. ഇതും അഗെയിൻ ഇതിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരാളുടെ അടുത്ത് സ്റ്റാർച്ചിങ്ങും അയണിങ്ങും കൊടുക്കുമായിരുന്നു. പക്ഷേ ഭയങ്കര ഓവറായിട്ട് സ്റ്റാർച്ച് കയറിയിട്ട് ഇപ്പം ഞാൻ മതിയാക്കി ആളിനെ. അതെനിക്കൊന്നും ഉടുക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. അത് ഒരു എന്തോ ഭയങ്കര ഹാർഡായിട്ട് നോക്കിയേ, ഇറ്റ്സ് ടു ഹാർഡ്. അത്രയ്ക്ക് ഓവർ സ്റ്റാർച്ച് ചെയ്ത് മനുഷ്യർക്ക് ഉടുക്കാൻ പറ്റാത്ത വടി പോലെ ആക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ വെച്ചിരിക്കുവാണ്. വടിയായിട്ടിരിക്കുന്നു. എന്ത് ബ്യൂട്ടിഫുൾ സാരീസാണെന്നറിയോ. പക്ഷേ ഞാൻ മേടിച്ചെടുത്ത് എനിക്ക് ഉടുക്കാൻ 4 പേരുടെ സഹായം വേണ്ടി വരും. ഇത് നോക്കിയേ, ഇതെല്ലാം മാജിക് കൊണ്ട് കൊടുത്തിട്ടുള്ള സാരിയാണ് വർഷങ്ങളായിട്ട്. സോ ഇറ്റ്സ് ഓൾ വെരി നൈസ് കളക്ഷൻ. ഇത്ര നല്ല ഭംഗിയുള്ള കുറേ സാരീസ് ഉണ്ട്. പക്ഷേ എല്ലാം അയാളിങ്ങനെ വടി പോലെ ആക്കി എനിക്ക് ഉടുക്കാൻ വയ്യാത്ത അവസ്ഥയായി. നോക്കി ഇത് ഓക്കെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സാരി. ബോട്ടിൽ ഗ്രീൻ. ഇതിലും കുറച്ച് സ്റ്റാർച്ച് കൂടുതലാണ്, എന്നാൽ ഇതെങ്ങനെയെങ്കിലും ഞാൻ ഉടുക്കും. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ ആക്കിയാൽ മതി എന്ന് തോന്നുന്നു. ഇതും അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാരിയായിരുന്നു. നോക്കിയേ, ലക്നൗവി സാരി പോലെ, ചിക്കൻ കറി സാരി പോലെ വർക്കുള്ള ബ്ലാക്കിൽ റെഡ്. പക്ഷെ അതും ഭയങ്കര ഓവർ സ്റ്റാച്ച്ഡാണ്. നോക്കിയേ, ഡ്രൈ ക്ലീനാണ്. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ രീതി ചെയ്തു. ഒന്നിച്ച് ഞാനൊരു 10-50 സാരിയൊക്കെ കൊടുക്കുമായിരുന്നു പുള്ളിക്ക്. ഒരു ഹിന്ദിക്കാരനാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആൾ പിണങ്ങിപ്പോയി മീൻസ് ഞാനും മതിയാക്കി. കാര്യം ഇത്രയും ഓവറായിട്ടൊക്കെ ചെയ്തിട്ടേ ആ സ്റ്റാർച്ചിങ് ഒന്നും അങ്ങോട്ട് ഓവറായി. എത്ര പറഞ്ഞാലും ഒരു പ്രാവശ്യം പറഞ്ഞാലും പിന്നെ അടുത്ത പ്രാവശ്യം അങ്ങനെ തന്നെ ഹി ഡസ് ദാറ്റ്. ഇതിൻ്റെ താഴത്തെ സെക്ഷനിൽ കുറച്ച് സിൽക്കി സാരീസൊക്കെ ഉണ്ട്, സിൽക്ക് ടൈപ്പ് സാരീസ്. അടിയിലോട്ട് കുറച്ചുണ്ട്, പക്ഷെ കൂടുതൽ ഇതിനകത്ത് കോട്ടണാണ്, സ്റ്റാച്ച്ഡ് വൺസ്. ഓക്കെ, ഞാൻ വേർക്കുള്ളൂ. അപ്പോൾ ഈ വാർഡ്രോബിൻ്റെ കഥ ഏകദേശം. മേളിലെല്ലാം അലമാര, ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക് ഈ ബാഗ് അതൊക്കെ വെക്കാനായിട്ട്, സ്റ്റോറേജ് സ്പേസസ്. ഭയങ്കര ഒരു എക്സ്പെൻസീവ് വർക്കാണ്, പക്ഷേ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഓക്കെ, അങ്ങനെ ഒരു ബാൽക്കണി ചുറ്റി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ സൈഡും. അപ്പോൾ ഒരുപാട് സ്പേസ് നമ്മൾ ലാഭിച്ചു. മറ്റത് എത്ര അലമാര ഇരുന്ന് എൻ്റെ ദൈവമേ. ഇത് നമ്മുടെ ആ കാർ ഷെഡിൻ്റെ ആ ഭാഗമാണ്. ഇതും ഇതേ അവസ്ഥ തന്നെയാണ്, 2 സൈഡും സ്ലൈഡിങ് വൺസ്. ഓക്കെ, ഇവിടെയും ഏതാണ്ട് സിമിലറാണ് കാര്യങ്ങൾ. ഇവിടെ 2 തട്ട് കംപ്ലീറ്റ് ഇപ്രാവശ്യം നടന്ന എന്താ പറയുക, ഓണം പായസറാണി മത്സരം, ബേക്കിംഗ് ക്വീൻ മത്സരം, പിന്നെന്തായിരുന്നു ബേക്കിംഗ് ക്വീൻ, പായസറാണി ആൻഡ് ബിരിയാണി ക്വീൻ. അതിനെല്ലാം കൊടുത്ത് ഡിസൈനർ ബ്ലൗസും സാരീസും ഒക്കെ ഡ്രൈ ക്ലീൻ ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെ ആ കവറിൽ നിന്ന് തന്നെ ഞാൻ മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അതെല്ലാം കുറച്ച് ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള, പക്ഷേ അങ്ങനത്തെ ഫംഗ്ഷൻ വന്നാലും അല്ലെങ്കിൽ കുറച്ച് കോടിയായി പോകും. കുറച്ചൊരു ഗ്ലാമറസ് കൂടുതലായിട്ടുള്ള ഡ്രസ്സിങ് ആയിരുന്നല്ലോ അത്. പിന്നെ ഇതെല്ലാം നമ്മൾ ഉടുത്ത കുറേ സാരീസ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. സെറ്റ് മുണ്ടും കുറേ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കുറേ ഉടുത്ത സാരീസും ഉടുക്കാത്ത സാരീസും ഒക്കെ ഉണ്ട്. കുറേയൊക്കെ എടുത്തതാണ്. ഇതിലും ഉണ്ട് കുറേ സെറ്റ് മുണ്ടും കളക്ഷൻസ് ഉണ്ടല്ലോ. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് ഇവിടെ ഇത് ഉടുത്തിട്ടില്ല, അത് മാറ്റി വെച്ചിരിക്കുന്നു. ഇതിൽ കുറേ സ്റ്റാർച്ച് ചെയ്ത കുറച്ച് കോട്ടൺ സാരീസും ഉണ്ട്, അല്ലാത്ത ഫാൻസി സാരീസ് കുറേ ഉണ്ട്. അത് ഞാൻ കുറച്ചൊക്കെ ഉടുത്ത സാരീസാണ്, നമ്മുടെ ഷോസിനൊക്കെ ഉടുത്തതാണ്. അത് വ്ളോഗ്സിന് ഇട്ടിട്ടുള്ള കുറേ സാരീസ്. ഇതിനകത്ത് മിക്സാണ്, കുറച്ചൊക്കെ ഉടുത്തതും കുറച്ച് ഉടുക്കാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. താഴെയും അങ്ങനെ തന്നെയാണ്. ആ 3 ലെയർ കളർ വരുന്ന ടൈപ്പ് സാരീസ് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് കേട്ടോ, ഒരുപാട്. ഒരെണ്ണം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിൻ്റെ വേറെ ഒരു 3-4 ഷെയ്ഡ്സ് ഇതിനകത്തുണ്ട്. ഓരോന്നോരോന്നൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. സ്ലൈഡ് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ പരിപാടി, എന്ത് എളുപ്പമായിട്ട് ചെയ്യാറിയാം. ഈ സൈഡ് തന്നെ ഇത് ആ പുളിയിലക്കരയുള്ള, ഇത് ഉടുക്കാത്തതാട്ടോ, ഇനി ഉടുക്കാൻ വെച്ച്. അറിയാണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഞാൻ 2 എണ്ണം മേടിച്ചു പോയി, ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി ഇത് കുറച്ച് സാരീസ്. ഇതെല്ലാം ഉടുക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഉടുത്തതുകൊണ്ട്. ഇതൊന്നും ഉടുത്തിട്ടില്ല, എനിക്കറിയാം, ചിലത് കാണുമ്പോൾ അറിയാലോ. പിന്നെ ഇതിലും ഉണ്ട് കുറച്ച് കിച്ചൺ മാജിക്ക്. ഇതിലെല്ലാം കുറച്ച് പഴയ കിച്ചൺ മാജിക് ആൻഡ് പാചകറാണി സാരീസ് ഉണ്ട്, അതാവട്ടെ. പിന്നെ ഇപ്പോഴത്തെ സാരീസും ഉണ്ട്. ഈ സെക്ഷൻ കംപ്ലീറ്റ് ഇപ്രാവശ്യത്തെ ട്രിപ്പിന് ഉടുത്ത സാരീസാണ്. ഉടുപ്പി മാംഗ്ലൂർ ട്രിപ്പിന്. പിന്നെ ഇത് കുറച്ച് സെറ്റ് സാരി. ഇഗൈൻ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇഗൈൻ അവിടെയും കുറച്ച് പാചകറാണിയുണ്ട്, കിച്ചൺ മാജിക് ഉണ്ട്, വ്ളോഗ്സ് ഉണ്ട്. ഈ സെക്ഷൻസിലൊക്കെ കൂടുതലും ഉടുത്ത സാരീസാണ് മോസ്റ്റ്ലി. ഇപ്രാവശ്യത്തെ റിയാലിറ്റി ഷോസിൻ്റെ സാരീസാണ് 3 സെക്ഷൻ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവിടെയാണ് ഞാനൊരു നമ്മുടെ വളാമാല കമ്മലിന് വേണ്ടിയിട്ട് ഇതിനകത്തൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് വളകളൊക്കെ സൂക്ഷിക്കാനായിട്ട് കുറച്ച് ഇതിനകത്തൊരു സ്പേസ് ഉണ്ട്. എല്ലാം ഞാനിവിടെ സ്റ്റോർ ചെയ്തിട്ടില്ല, കുറേയൊക്കെ കൊണ്ടുവച്ചു, കുറേയൊക്കെ ബോക്സിനകത്ത് തന്നെ ഇരിക്കുവാണ്. കുറച്ചൊക്കെ എനിക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ഇങ്ങനെ കമ്പികൾ വെക്കാൻ സ്പേസ് ഇട്ടിട്ടുണ്ട്. അതും കൂടി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി
ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് എത്ര വെച്ചാലും ഫില്ലാവില്ല, അതിനെക്കാട്ടി കൂടുതലുണ്ട്. ഓക്കെ, അതും സ്ലൈഡിങ് ആണ്. അപ്പോൾ ഇതെല്ലാം കുറേ ഫാൻസി സാരീസ് കേട്ടോ, ബ്യൂട്ടിഫുൾ ഫാൻസി സാരീസ് കുറേ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ നിങ്ങളെല്ലാവരും ചോദിക്കില്ല, ചേച്ചി ഇങ്ങനെ മാനേജ് ചെയ്യുന്ന ഈ സാരീസ്, അത് ഇതിപ്പോൾ ഇങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ വീട്ടിൽ കുളമാവാതെ നല്ലതായിട്ട് കോമ്പാക്റ്റായിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കും. പിന്നെ അലമാര അതുകൊണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇതൊരു എൻറ്റയർലി എനിക്കിപ്പോൾ തുറന്ന് കാണിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അവിടെ എന്താ പറയുക ക്ലട്ടറാണ് ഇതിനകത്ത്. ഇതൊരു എൻ്റെ സാരി റൂം തന്നെയുണ്ട്, ചെറിയ റൂമാണ്, പക്ഷേ അതിനകത്തൊരു 1 2 3 4 അലമാരാസ് ഉണ്ട്. അതിനകത്തും സാരീസ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മേളത്തെ നമ്മുടെ കിച്ചണിലും നമ്മുടെ ടെറസ് കിച്ചൻ്റെയും ഒരു പോർഷൻ നിങ്ങൾ കാണുന്നൊരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് കുറേ ഉണ്ട് സ്ഥലം, അവിടെ ഒരു 3 അലമാര നിറച്ച് നമ്മുടെ സാരീസ് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉടുത്ത സാരിയും ഉടുത്ത സാരിയും ഇട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ, അതൊക്കെ ഇനി വേണമെങ്കിൽ ഉടുക്കാത്തതും കുറേ സാരീസ് ഉണ്ട്, പക്ഷേ അതൊക്കെ എനിക്ക് ഉടുക്കണം എന്നുണ്ട്. അപ്പോൾ ബ്ലൗസൊക്കെ സെറ്റ് ചെയ്തിട്ട് പലപ്പോഴായിട്ട് നമുക്ക് ഉടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ സാരി കളക്ഷൻ വിശേഷങ്ങളും വാർഡ്രോബിൻ്റെ വിശേഷവും അതിൻ്റെ എങ്ങനെയാണ് ഹൗ ഐ അറേഞ്ച് മൈ വാർഡ്രോബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സാരി കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ പേര് ചോദിക്കും എന്താ കൊടുത്തുകൂടെ, പാവങ്ങൾക്ക് കൊടുത്തുകൂടെ, ആർക്കെങ്കിലും ഒക്കെ കൊടുത്തുകൂടെ എന്ന്. ഇത് കുറേ കൊടുത്തതിന് ശേഷമുള്ള കളക്ഷനാണ് കേട്ടോ, അല്ലാണ്ടും ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറേയൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ ചിലതൊന്നും അങ്ങനത്തെ സാരീസൊന്നും ആർക്കും വേണ്ടായിരിക്കും ചിലപ്പോൾ, ഇത് എല്ലാവരും ഒന്നും ഉടുക്കില്ലല്ലോ, കുറച്ച് ഗോഡി ടൈപ്പൊക്കെ ആണെങ്കിൽ. പിന്നെ കുറച്ചൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സസ്സായിട്ട് മാറ്റാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഇങ്ങനെ കുറച്ച് നാളും കൂടിയൊക്കെ ഇങ്ങനെ കൊടുത്തൊക്കെ നടക്കല്ലേ, കുറേ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാം. നമുക്ക് പിന്നെ പർപ്പസ് ഉണ്ടല്ലോ. എന്നിട്ടും ഞാൻ സാരി വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു പേർപ്പസ് ഉണ്ട്, വ്ളോഗ്സിന് ആവശ്യം വരും, മാജിക് ഓവൻ എന്തായാലും വേണം. അപ്പോൾ മാറി മാറി ഉടുക്കാനായിട്ട് പുതിയ സാരീസ് വേണം എന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇത് നമ്മളിങ്ങനെ ഭയങ്കര അഹങ്കാരമോ അല്ലെങ്കിൽ എടുത്തു കാണിച്ച് ഭയങ്കര ഓവറാക്കുന്നതല്ല കേട്ടോ ഷൈനിങ്. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. എൻ്റെ സാരി കളക്ഷൻ ഏകദേശം ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 1 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതും. ഇതൊക്കെ പുതിയ നമ്മളുണ്ടാക്കിയ വാർഡ്രോബൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെങ്ങനെയാണ് നമ്മൾ അടുക്കി സൂക്ഷിക്കുന്നതെന്ന് കൂടി കാണിക്കാം അത് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ വീഡിയോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.